ഇനി ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടിന് അശ്വമേധത്തിന്റെ പര്യടനം കാണാം. ഇന്ന് അശ്വമേധം കാസർഗോഡ് മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ്. അശ്വമേധ കാഴ്ചകൾ കാണാം. കാസർഗോഡ് ഞാനും ജാക്കിയും ഇപ്പോൾ കാസർഗോഡാണ്. കാസർഗോഡ് എങ്ങനെയാണ് രാഷ്ട്രീയമായി ചിന്തിക്കുന്നതെന്ന് ഇപ്പോഴും നമുക്ക് കൃത്യമായി പ്രവചിക്കാൻ കഴിയില്ല. പൊതുവെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്ഥിതിയാണ്. ആണോ? അങ്ങനെയാണോ? ജയിക്കും. ഉറപ്പായിട്ട് ജയിക്കും. രാജ്ഭവനിൽ തന്നെ സാധ്യതയുണ്ട്. രഞ്ജീഷ മാഷേ നമസ്കാരം. ബാലകൃഷ്ണ മാഷ് എത്തിയല്ലോ. അപ്പൊ നമ്മള് 2 മാഷന്മാരുടെ നടക്കും. 3 മാഷന്മാരുണ്ടോ? ഞാനും മാഷ. ഈ മാഷിന്റെ സാധ്യത എങ്ങനെയാണ്? 100% ഉറപ്പാണ്. അപ്പോ രാജ്ഭവനിൽ തന്നെ ഒരു ടഫ് കാൻഡിഡേറ്റ് അല്ലേ ഇത്തവണ? ഇന്നത്തെ സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഒരു മാറ്റം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് വോട്ടർമാരെ കാണുമ്പോൾ മാഷ് തോന്നുന്നുണ്ടോ? 100%. ഈ മണ്ഡലത്തിൽ തന്നെ ജനിച്ചു വളർന്ന് ഈ മണ്ഡലത്തിൽ ആളുകളുടെ കൂടെ പ്രവർത്തിച്ച് ഇപ്പോഴും പൊതുപ്രവർത്തനം നിർത്തിയിട്ടില്ലാത്ത അവരുടെ പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ നിന്ന് കേട്ട് പരിഹാരം കണ്ടുപോകുന്ന ഒരാളാണ് ഞാൻ. മൊത്തം എങ്ങനെയാ മണ്ഡലത്തിലെ ഒരു രാഷ്ട്രീയ രുചി ആർക്ക് അനുകൂലമാണ്? LDF. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? ഇപ്പൊ ഈ ബോംബ് പൊട്ടിയതൊക്കെ പ്രശ്നമാവൂ? അതൊന്നും ഒരു പ്രശ്നമൊന്നല്ല. സ്ഥിരമായിട്ടുള്ളതാണോ? എന്ത് ബോംബ്? അപ്പൊ നമുക്കൊരു പാട്ട് കൂടി നമുക്കൊന്ന് കേട്ടാലോ? കാവുങ്ങട്ടെ അമ്പലത്തിൽ പാട്ടല്ലടേ കേൾക്കണത്, നേരം വെളുത്തടി പെണ്ണെ കട്ടം തിളപ്പിക്ക് പുന്നാരെ. ഹായ്. കഴിഞ്ഞ തവണ ഞങ്ങൾ കാണുമ്പോൾ ഞങ്ങളൊരു ചായക്കടയുടെ മുന്നിൽ വെച്ചാ കണ്ടത്. ആ ചായക്കടയിൽ നല്ല തിരക്കായി ഐശ്വര്യ മാഡം. അതെ, ഞങ്ങൾ വന്ന് പോയ ശേഷം ആ ചായക്കട ഫേമസ് ആയില്ലേ? ഐശ്വര്യം ഉണ്ട്. കുതിരപ്പുറത്ത് കയറാൻ ആഗ്രഹമുണ്ടോ? അയ്യോ ഇല്ലപ്പാ. അപ്പൊ അശ്വിനി എങ്ങനെയുണ്ട് 4 റൗണ്ടുകൾ പൂർത്തിയാക്കിയപ്പോ? എല്ലാ ജനങ്ങളുടെ ഇടയിൽ ഓടി എത്തി. ട്രേഡ് മാർക്ക് ഈ ചിരിയാണെന്ന് തോന്നുന്നു അല്ലേ? എല്ലാവരെ കണ്ട് വളരെ ചിരിച്ച് മയക്കും അശ്വിനി. വോട്ടർമാരുടെ അടുത്ത് നിന്ന് വരുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു പൾസ് എന്താ പ്രധാനമായിട്ടും? പൾസ് പറഞ്ഞെങ്കിൽ എന്തെങ്കിലും തീർച്ചയായിട്ടും ഈ പ്രാവശ്യം അശ്വിനിക്ക് വോട്ട് ചെയ്യും. വിന്നായി ചെയ്തെങ്കിൽ ജനങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. ആര് പോയാലാണ് കേന്ദ്രത്തില് ഇന്ത്യക്ക് നല്ലത്? അത് ചോദിക്കണ്ടവനെ. ശരി, അതിന് മറുപടി ഇല്ല അല്ലേ? രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ? നമ്മൾ പരിപ്പുവട വിഭവശാലയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടെ നമുക്കൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താനുണ്ട്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ അന്തരീക്ഷത്തിലെ ചൂട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഞാൻ തീയിൽ കുരുത്താണല്ലോ, അപ്പൊ വെയിലത്ത് വാടത്തില്ലല്ലോ. പാനൂർ ബോംബ് സ്ഫോടനം അടക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. പാനൂരിലെ ബോംബ് സ്ഫോടനമായി അറസ്റ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ പ്രതികളും മാർക്സിസ്റ്റുകാരും DYFIക്കാരുമാണ്. കേരള സ്റ്റോറി എന്ന സിനിമയെ താങ്കൾ പിന്തുണയ്ക്കുന്നില്ലല്ലോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം. രാജ്മോഹൻ ഉണ്ണിത്താന് എല്ലാ കാര്യത്തിലും നിലപാടുണ്ട്. കേരള സ്റ്റോറി വോട്ടെണ്ണി തീരുമ്പോൾ നമ്മൾ വീണ്ടും കാസർഗോട്ടേക്ക് വരും. അന്ന് രാജ്മോഹൻ ഉണ്ണിത്താനെ കാണും. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യും. താങ്ക് യു രാജ്മോഹൻ. ഒരു ലഡു ജിലേബി മധുരത്തിന് വേണ്ടി കയ്യിലെടുത്തോ? കഴിക്കുന്നോ? അഡ്വാൻസ് ആയിട്ട്. മാവും പ്ലാവും ഒക്കെ എത്ര ദൂരെ വെച്ച് നിങ്ങൾ അകത്തി നട്ടാലും അതിൻ്റെ വേരുകൾ പരസ്പരം പുണർന്നങ്ങനെ കിടക്കും. ആ നാടിൻ്റെ പേരാണ് കേരളം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാത പരിപാടിയിൽ നിന്ന് ഞാൻ ജാക്കിയും സൈൻ ഓഫ് ചെയ്തു.